ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എല്ലാവരും കുറേ ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ലോറൈറ്റിൻ്റെ നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളടുത്ത് നേരത്തെ വന്നിട്ടുള്ള ലോറൈറ്റ് കളക്ഷൻസ് എല്ലാം ഫുള്ളി സോൾഡ് ഔട്ട് ആണ്. അപ്പോൾ പുതിയ നല്ല അടിപൊളി മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ മുഴുവനും ഈ ഒരു ലോറൈറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അനുപമയുടെ ബ്രാൻഡിൽ വന്നിട്ടുള്ളതാണ്. അനുപമയുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ബ്രാൻഡ് തന്നെയാണ്. നമ്മുടെ നന്ദിനിയുടെ മെറ്റീരിയൽ ആ ഒരു ബ്രാൻഡിൻ്റെ ജിർവാല ഗ്രൂപ്പിൻ്റെ ആണ് കേട്ടോ നന്ദിനി വരുന്നത്. ആ ജിർവാല ഗ്രൂപ്പിൻ്റെ തന്നെയാണ് ഈ ഒരു അനുപമ എന്ന് പറയുന്ന ബ്രാൻഡും. നമ്മൾ പണ്ട് തൊട്ടേ നമ്മുടെ അടുത്ത് നിന്ന് മെറ്റീരിയൽസ് എടുക്കുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നന്ദിനിയുടെ മെറ്റീരിയലിനെക്കാട്ടിലും കുറച്ചും കൂടെ റേറ്റ് കുറവാണ് ഈ ഒരു മെറ്റീരിയലിന് വരുന്നത്. നല്ല പ്രിൻറ്റുകളാണ് കേട്ടോ, നല്ല നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റുകളാണ്. അതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് കേട്ടോ ഇതിനകത്ത് വരാറുള്ളത്. എപ്പോഴും നന്ദിനിയിലും ഇതുപോലെ തന്നെ കൂടുതലും മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെയാണ് ഇത് 100% കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ഇതിനകത്ത് മിക്സിങ് കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. 100% കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ നന്ദിനിയുടെ GSMനെക്കാട്ടിലും കുറച്ച് GSM മാത്രമാണ് വ്യത്യാസം വരുന്നത്, കുറവ് വരുന്നത് കേട്ടോ. അപ്പോൾ ലോ റേറ്റ് ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും, ഇത് കളർ പോകുമോ അങ്ങനെയൊക്കെ. ഒരു കളർ ഫെയ്ഡ് കംപ്ലയിൻറ്റ് നമുക്ക് ഇതുവരെ വന്നിട്ടില്ലാത്ത മെറ്റീരിയലാണ്. ഈ ഒരു മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് ഓവറായിട്ടുള്ള കളർ യൂസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്തേക്കുന്ന മെറ്റീരിയൽസ് അല്ല വരുന്നത്. ഇത് നമ്മൾ നോർമൽ പ്രോഷ്യൻ ഡിസൈൻസ് ഉണ്ടല്ലോ, നമ്മളല്ലാത്ത മെറ്റീരിയൽസ് പോലെ നമ്മൾ 153 157ൻ്റെയൊക്കെ പ്രോഷ്യൻ മെറ്റീരിയൽസ് പോലെ തന്നെ പ്രിൻറ്റ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസാണ്. അതുകൊണ്ട് തന്നെ റേറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കളർ പോകുമെന്ന് അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ GSM എന്ന് പറയുന്നത് 240 മുതലാണ് ഇതിൻ്റെ GSM തുടങ്ങുന്നത് കേട്ടോ. 240 245 അടുത്ത് GSM ആണ് ഈ ഒരു മെറ്റീരിയലിന് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെറ്റീരിയലിനെ കുറിച്ച് പറയാനുള്ളത്. 290 മീറ്റർ കളക്ഷനാണ്. മെറ്റീരിയൽസ് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനും നൈറ്റ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് നല്ലതായിട്ടുണ്ടാവുക. പിന്നെ അതുപോലെ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പം പല രീതിയിലുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും, പല റേറ്റിലുള്ള മെറ്റീരിയൽസ് വേണ്ടവരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പം പല റേറ്റിൻ്റെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ലോ റേറ്റിൻ്റെ മെറ്റീരിയലും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലേ അത് കൊണ്ടുവരാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഡിസൈൻസ് നോക്കി പോവുക. ഇഷ്ടമുള്ള ഡിസൈൻസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുവാണ് കേട്ടോ വേണ്ടത്. പിന്നെ അതുപോലെ ഇതിലുള്ള കളക്ഷൻസ് കൂടാതെ നിങ്ങൾക്ക് പല റേറ്റിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. റേറ്റ് കുറഞ്ഞത് മുതൽ ഇപ്പോൾ നമ്മൾ നേരത്തെ 140 മുതലായിരുന്നു, ഇപ്പോൾ നമ്മൾ 135 മുതലുള്ള മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെയുള്ള 320ൻ്റെ പുതിയ കളക്ഷൻസും എല്ലാം കാറ്റലോഗിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ വേണ്ടവർ കാറ്റലോഗും കൂടെ നോക്കി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആൽഫ നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ 2 ചാനൽസിൽ ഇന്ന് നമ്മൾ 2 വീഡിയോസാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അത് ഒന്നെങ്കിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അത് ഇതിന് ശേഷമോ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്കത് എപ്പോൾ ഇടാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിൽ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഉറപ്പ് വരാതെ. എന്നാലും ഇന്ന് തന്നെ ആൽഫ നൈറ്റി മെറ്റീരിയൽസിൻ്റെ വീഡിയോയും ഉണ്ടാവും. അപ്പോൾ രണ്ടിനകത്തുനിന്ന് നിങ്ങൾക്ക് 2 ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കളക്ഷൻസ് കറക്റ്റായിട്ട് അപ്ഡേറ്റഡ് ആവുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ഓൺ ചെയ്ത് വെച്ചാലാണ് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ കിട്ടുന്നത്. അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ്. പിന്നെ ഓർഡർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് വരുന്നത് വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുവാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊറിയറിലാണോ പോസ്റ്റലാണോ വേണ്ടതെന്നുള്ളതും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരിക. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശനിയാഴ്ച മുതലെന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയ്ക്ക് ശേഷം, അതായത് നമ്മൾ എന്നും പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് മെറ്റീരിയൽസ് ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത്. എന്നാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ മെറ്റീരിയൽ സെൻഡ് ചെയ്യുന്നത്. അപ്പം ഞായറാഴ്ചയും ഇന്നും ലീവാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പെരുന്നാളിൻ്റെ ലീവ് അതുപോലെ തന്നെ സൺഡേ ഹോളിഡേ ആണ്. അപ്പോൾ 2 ദിവസത്തെ ഹോളിഡേ ഉള്ളതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ 2 ദിവസം എക്സ്ട്രാ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പം നമുക്ക് കൊറിയർ ഓഫീസ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും കൊറിയറിൻ്റെ വർക്കിംഗ് ഡേയുടെ അനുസരിച്ചിട്ടാണ് കേട്ടോ ബിസിനസ്, അതായത് വർക്കിംഗ് ഡേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ. അപ്പം 3 വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് കൊറിയറിൽ അയക്കുമ്പം 3 വർക്കിംഗ് ഡേ വരുന്നത് വർക്കിംഗ് ഡേ ആയിട്ട് കൂട്ടണം. അതായത് സൺഡേ ഹോളിഡേ ആണ്. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ ലീവ് വരുമ്പോൾ 2 ദിവസം എക്സ്ട്രാ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ.
അതുപോലെ തന്നെയാണ് പോസ്റ്റലിൽ അയക്കുന്നവരുടേതും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉള്ളത് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളത് റിട്ടേൺ എടുക്കും കേട്ടോ. കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് റിട്ടേൺ അയച്ചു തന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അയക്കണം എന്നൊന്നുമില്ല കേട്ടോ. എപ്പോഴാണോ നിങ്ങൾ ഇപ്പം കൊറിയർ ഓഫീസിലായാലും പോസ്റ്റ് ഓഫീസിലൊക്കെ ആണെങ്കിൽ അടുത്തായിരിക്കുമല്ലോ പോസ്റ്റ് ഓഫീസ്. നിങ്ങൾ പോകുന്ന സമയത്ത് എപ്പോഴാണോ ഫ്രീ ആവുന്നത് അന്നേരം മാത്രം നിങ്ങളെ സെൻഡ് ചെയ്ത് തന്നാൽ മതി. അതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് പോകുന്നു വേണ്ട. അപ്പം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ്. പിന്നെ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട്, കൊറിയറായിട്ടും പോസ്റ്റലായിട്ടും ചെയ്യുന്നുണ്ട്. ഏതിൽ അയക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി. പിന്നെ കേരളത്തിന് പുറത്തേക്ക് പോസ്റ്റൽ സർവീസ് വഴിയാണ് അയക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് അഡ്രസ്സ് അയച്ചു തരിക. പിന്നെ അതുപോലെ മെസ്സേജ് അയച്ചിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ആദ്യം അയച്ചവരുടെ നോക്കി ഓർഡർ എടുത്ത് വരുന്നതനുസരിച്ചാണ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. കണ്ടിന്യൂസ് നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു പോകുന്നതാണ്. പിന്നെ മിനിമം 10 പീസ് എടുത്താലാണ് ഇതിലുള്ള ഈ ഒരു റേറ്റിൽ കിട്ടുന്നത്. ഹോൾസെയിൽ മിനിമം 10 പീസ്. 10-ന് മേലോട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. 40 പീസിന് മേലോട്ട് എടുക്കുന്നവർക്ക് 3 രൂപ വീതം ഓരോ പീസിൽ കുറവായിട്ടാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് മെറ്റീരിയൽ. അപ്പം 10 പീസിന് മേലോട്ട് എടുക്കുന്ന റേറ്റാണ് ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. 10-ൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസാണ്. ഇതിലുള്ള റേറ്റിനെക്കാട്ടി 10 രൂപ കൂടുതലാണ് വരുന്നത്. അപ്പോൾ 3 പീസ് മുതലാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഹോൾസെയിലും റീറ്റെയിലും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോൾ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ റിപ്ലൈയും പേയ്മെൻറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. റിപ്ലൈ ജസ്റ്റ് അവിടുന്ന് റിപ്ലൈ കാണുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുന്നില്ല എന്നാണ് നമ്മൾ വിചാരിക്കുക. അപ്പം പീസ് വേറെ ഓർഡർ പോകും. അപ്പോൾ നിങ്ങൾ പിന്നെ പേയ്മെൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും പീസ് സോൾഡ് ഔട്ട് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം പേയ്മെൻറ്റ് ചെയ്യാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബില്ല് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്കൊന്ന് പറയാൻ വേണ്ടിയിട്ട് നോക്കുക. കാര്യം പറയുമ്പോൾ നമുക്കായാലും മനസ്സിലാവും. പക്ഷേ റിപ്ലൈ ഒന്നും തരാതിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല. ഓൺലൈനായിട്ടുള്ളപ്പോൾ നമുക്ക് മെസ്സേജ് റിപ്ലൈ കറക്റ്റായിട്ട് തന്നെങ്കിലേ ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും കറക്റ്റായിട്ട് റിപ്ലൈ തന്നെങ്കിലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. പേയ്മെൻറ്റ് വരുന്ന ഓർഡേഴ്സാണ് കൺഫേം ചെയ്യുന്നത്. ഡിലേ വരുന്ന ഓർഡേഴ്സ് ക്യാൻസലായി പോകും. അങ്ങനെയാണ്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും അറിയാനോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വന്ന് പർച്ചേസിങ് അല്ല കേട്ടോ. നമ്മൾ ഓൺലൈൻ സ്റ്റോറാണ് ചെയ്യുന്നത്. ഓൺലൈൻ മാത്രമായിട്ട് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ചെയ്യുവാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ്. പ്രിൻറ്റുകൾ നിങ്ങൾ നോക്കുക. നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡിലുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. പിന്നെ നൈറ്റി മെറ്റീരിയലിൽ കൂടുതൽ ഐറ്റംസ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം. നമ്മൾ കൂടുതൽ ഐറ്റംസ് ഓരോ പ്രാവശ്യവും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നൈറ്റി മെറ്റീരിയലിൽ കിട്ടാവുന്നത്ര നമ്മളെക്കൊണ്ട് പറ്റുന്നത്രയും മാക്സിമം നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഇനി മുമ്പോട്ടും ഒരുപാട് വെറൈറ്റികൾ നമ്മൾ കൊണ്ടുവരും, അത് ഷുവറാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയ കളക്ഷൻസ് കാണാൻ. പിന്നെ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും കൂടെയൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പം കുറച്ചധികം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇൻസ്റ്റയിലൊന്നും ഒരുപാട് അങ്ങനെ ഇടാനൊന്നും പറ്റുന്നില്ല. എന്നാലും മാക്സിമം ഇടാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്